കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുത്രത്വം എന്നുള്ള വിഷയമാണ്. ഇന്ന് പുത്രത്വം എങ്ങനെ പ്രാപിക്കുവാൻ കഴിയും? ഒന്ന്, അത് ജനനം മൂലം പുത്രത്വം പ്രാപിക്കുവാൻ കഴിയും. പിതാവിൽ നിന്ന് ജനിക്കുന്നവരാണ് പുത്രന്മാർ. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരത്ര. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. വീണ്ടും നാം ഇങ്ങനെ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവന് അധികാരം കൊടുത്തിരിക്കുന്നു. അവർ ദൈവത്തിൽ നിന്നത്രയും ജനിച്ചത്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരി മരണത്തിന് നിയോഗിച്ചതിലൂടെ പ്രദർശിപ്പിച്ച ആ മഹാ സ്നേഹത്തിലാണ് നമുക്ക് ദൈവമക്കൾ ആകുവാൻ ഇടയായി തീർന്നത്. അത് ദൈവത്തിൻ്റെ ആത്മാവ് മൂലമുള്ള പുതുജനനമായും വചനത്താലും സുവിശേഷത്താലുമുള്ള ജനനമായും അറിയപ്പെടുന്നു. വീണ്ടും ദൈവത്തിന് പറയുന്നു, അങ്ങനെ ക്രിസ്തു യേശുവുള്ള വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ഈ പറഞ്ഞത് ഭൗമികമായ ജനനത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. ഭൗമികമായ ജനനം, പ്രാകൃതമായ ജനനം, പ്രകൃതിദത്തമായ ജനനം, ഇതെല്ലാം ഒന്നത്രേ. പിതാവിൽ നിന്ന് നാം ജന്മമെടുക്കുന്നു. അതെല്ലാം ഈ ഭൂമിയിലേക്ക് വരുവാനുള്ള പ്രക്രിയ. പിതാവിനുള്ളതൊക്കെ അവകാശമാക്കുവാനുള്ള ഒരു ജനനം എന്ന് മാത്രമേ ഉള്ളൂ. പിതാവിൻ്റെ ഛായയിൽ, പിതാവിൻ്റെ സ്വരൂപത്തിൽ, പിതാവിനെ പോലെ ഈ ഭൂമിയിൽ പുത്രത്വത്തിൽ ജീവിക്കേണ്ട ഒരു ജീവിതം. എന്നാൽ ഇവിടെ നാം വിശേഷിപ്പിക്കുന്ന പുത്രത്വം ദൈവത്തിൽ നിന്നുള്ള ജനനം. അത് പ്രാകൃത ജനനമല്ല, അത് സ്പിരിച്വൽ ബർത്താണ്. അത് വീണ്ടും ജനനത്തിൽ കൂടി സംഭവിക്കുന്നു. പുതിയതായി ജനിക്കുന്നു, പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ള വചനങ്ങൾ നാം പഠിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചത്, വചനപ്രകാരം ജനിച്ചത്, ആത്മാവിൽ ജനിച്ചത്, ഈ ഭാഗങ്ങൾ നാം ചേർത്ത് പഠിക്കുമ്പോൾ പുത്രനായ യേശു ഭൂമിയിൽ ജനിച്ചതുപോലെ അവിടെ പുരുഷന്റെ സഹായമില്ല. കന്യക മറിയ ദൂതനോട് ഇങ്ങനെ പറയുന്നു, ഞാൻ ഇതുവരെ പുരുഷനെ അറിഞ്ഞിട്ടില്ല. അവർ വിവാഹിതരായി ഒന്നിച്ചു പാർക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ജോസഫും മറിയയും ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭവതിയായി. അവിടെ യേശു ഒരു ശിശുവായി മറിയയുടെ ഉദരത്തിൽ ഉളവായ കാര്യം നാം ഇന്നലെ പഠിച്ചു കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്, അത് ജഡത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, രക്തത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ വീണ്ടും ജനനവും ദൈവത്തിൽ നിന്നാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ വീണ്ടും ജനിപ്പിച്ചു. കെടുന്ന ബീജത്താലല്ല, കെടാത്ത നിലനിൽക്കുന്ന ദൈവജനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നെയും നിങ്ങളുടെയും പുതുജനനം, ആത്മിക ജനനം, കർത്താവ് ഭൂമിയിൽ ജനിച്ചതുപോലെ തന്നെ നാം ജനിച്ചിരിക്കുന്നു. ഇവിടെ നാം കണ്ടു കഴിഞ്ഞത് ജനനത്തിലൂടെ പുത്രന്മാരാകുന്നു. രണ്ടാമത്തെ കാര്യം, ദത്തെടുത്തത് മൂലം, അല്ലെങ്കിൽ അഡോപ്ഷൻ. ജനനത്തിൽ പിതാവിന് പ്രാധാന്യം, ദത്തെടുപ്പ് മൂലം കുടുംബത്തിന് പ്രാധാന്യം. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവരെ വിലയ്ക്ക് വാങ്ങി പുത്രത്വം നൽകിയതായി പൗലോസ് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെ വാക്യങ്ങളിൽ പറയുന്നു. ന്യായപ്രമാണത്തിന്റെയും കർമാചാരങ്ങളുടെയും അധീനതയിൽ നിന്ന് കൃപയുടെയും വിശ്വാസത്തിന്റെയും മാർഗത്തിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം ദത്തെടുക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. എഫേസ്യ ലേഖനം 1-5-6 വാക്യങ്ങൾ. ദത്തെടുക്കപ്പെട്ടവർക്കും സാധാരണ മക്കളെ പോലെയുള്ള അവകാശങ്ങൾ എല്ലാമുണ്ട്. എബ്രായ ശിശുവായിരുന്ന മോശയെ ഫറവോന്റെ പുത്രി ദത്തെടുത്തു. സ്വന്തം മകനെ പോലെ വളർത്തി മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിപ്പിച്ചു. മാത്രമല്ല, മിസ്രൈമ്യ സമ്പത്തുകളുടെ അവകാശവും രാജകീയ സൗകര്യങ്ങളും അവന് സ്വായത്തമായിരുന്നു. ഇനിയും മക്കൾ മാത്രമല്ല, നാം അവകാശികളാണെന്നും അപ്പോസ്തലനായ പൗലോസ് സുവ്യക്തമായി വ്യക്തമാക്കുന്നു. റോമർ 8:17 നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം യേശുക്രിസ്തുവിലൂടെയാണ് അവകാശം പ്രാപിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്ന സാക്ഷ്യം നമ്മിൽ ഉറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവത്രേ. പഴയ നിയമ ഇസ്രായേലിനെ പറ്റി, അല്ലെങ്കിൽ 1-ാം ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു എന്നെഴുതിയിരിക്കുന്നു. ആവർത്തനം 14:1. അവർക്ക് വാഗ്ദത്ത കനാൻ അവകാശമായി ലഭിച്ചുവെങ്കിൽ പുതിയ നിയമ ഇസ്രായേലിന് സ്വർഗീയ കനാന്റെ അവകാശം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യാക്കോബ് 2:5. ഈ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു.
ജനനത്തിൽ കൂടി അപ്പോൾ തന്നെ ദത്തെടുപ്പിലൂടെ നാം മക്കളായിത്തീരുന്നു എന്നുള്ള വചനത്തിന്റെ പ്രബോധനം. അതിന് നമുക്കിങ്ങനെ ക്രോഡീകരിച്ച് പറയാൻ കഴിയും. ഒന്ന്, സ്വീകരണം. യേശുവിനെ കൈക്കൊള്ളുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരം. അത് പുത്രത്വത്തിന്റെ അധികാരം. പിതാവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻജോയ് ചെയ്യുവാൻ, അനുഭവിക്കുവാൻ, അതിൻ്റെ എല്ലാം അവകാശം, കർത്തൃത്വം ഈ ഭൂമിയിൽ നടത്തുവാൻ പുത്രന് കഴിയും. അത് ലഭിക്കുന്നത് സ്വീകരണത്തിലൂടെയാണ്. അടുത്തത്, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ദൈവമക്കളാകുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം. അവിടെ വിശ്വാസമുള്ള എന്നുള്ളതിന് ആശ്രയം സമ്പൂർണമായ ദൈവസ്വല സമർപ്പണത്തിൽ കൂടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളിപ്പോൾ ദൈവമക്കളാകുന്നു. പിതാവിനെ സ്വീകരിച്ച മകൻ പുത്രത്വത്തിൽ ഇപ്പോൾ ആശ്രയത്തിലൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പിതാവിനെ കൈക്കൊണ്ട മകൻ പിതാവിനുള്ള ആശ്രയം കൈവിടാതെ അനുസരണത്തിലൂടെ വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുന്നു. വീണ്ടും റോമാലേഖനത്തിൽ നാം പഠിച്ചത്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. ഒന്ന്, നാം പിതാവിനെ കൈക്കൊള്ളുന്നതിൽ. രണ്ട്, പിതാവിനെ അനുസരിക്കുന്നതിൽ. ഇപ്പോൾ ഇവിടെ വീണ്ടും കാണുന്നത്, ആത്മാവിനാൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. അവിടെയാണ് പിതാവിന്റെ ഹിതം. പിതാവിനെ കൈക്കൊള്ളുക മാത്രമല്ല, പിതാവിനെ അനുസരിക്കുക മാത്രമല്ല, പിതാവിന്റെ ഹിതപ്രകാരം ജീവിക്കുന്ന പുത്രൻ. അതിന് ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ആത്മാവ് നമ്മെ ദൈവഹിതപ്രകാരം വഴി നടത്തുന്നു. ദൈവാത്മാവ് നമ്മെ നയിക്കുന്നു, നടത്തുന്നു. അവിടെയാണ് ആത്മാവിന്റെ സാക്ഷ്യം. ആത്മാവോട് സാക്ഷ്യം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന്. ആകയാൽ ഈ വചനഭാഗങ്ങൾ കൂടുതൽ പഠിക്കുവാനും പുത്രത്വത്തിന്റെ അനുഗ്രഹങ്ങൾ അവകാശമാക്കുവാനും നമുക്കേവർക്കും ഇന്ന് പൽക്കാലം കർത്താവ് ഇടിയാക്കട്ടെ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.